ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം കുറച്ച് ദിവസം മുന്നേ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു. ജലദോഷം കഴിഞ്ഞിട്ട് കുറേ ദിവസം ആയെങ്കിൽ പോലും എനിക്ക് എൻ്റെ പഴയ സൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇന്ന് ഞാനുള്ളത് ഒമാനിലെ ബിദ്ബിത് പ്രദേശത്തുള്ള ഫഞ്ച ഹെറിറ്റേജ് ഹൗസിലാണ് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകാം എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ എത്തിപ്പെട്ടത് ഈ ഒരു ഫഞ്ച ഹെറിറ്റേജ് ഹൗസിലാണ് കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു പോസ്റ്ററാണ് കേട്ടോ കാണാം. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെല്ലാം കാണുമെന്നും എന്തെല്ലാം നമ്മൾ ചെയ്യരുത് എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഒമാനി പരമ്പരാഗത വാസ്തുവിദ്യ വളരെ ക്ലിയറായി കാണാം. മണ്ണ്, ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾ, പഴയ കാലത്തെ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം തന്നെ വളരെ നന്നായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു കഫേയും അതിനോടൊപ്പം തന്നെ ഒരു മ്യൂസിയവും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസസും കല്ലുകൊണ്ട് നിർമ്മിച്ചതും കൊത്തുപണികളും മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളും കണ്ടിട്ടുള്ളത് കൊണ്ട് ഭയങ്കര അത്ഭുതകരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട സാധനങ്ങളുണ്ട്. ഒന്ന് ആംബിയൻസ്, ഒന്ന് ഭയങ്കര ക്വയറ്റും കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അതുപോലെ തന്നെ ഭയങ്കര നീറ്റാണ്. എല്ലാ ഇടങ്ങളും ഓരോ മുക്കിലും മൂലയിലും സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര നീറ്റായിട്ടും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ചുറ്റും മരങ്ങളും മലകളും എല്ലാം തന്നെ നമുക്ക് വിസിബിളാണ്. ഈ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ അവർ പണ്ടുകാലം വളർത്തിയിരുന്ന മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഹെറിറ്റേജ് ഹൗസിൽ. ഇത് ഏകദേശം 40 വർഷം പഴക്കമുള്ളൊരു ചെറിയ കുടുംബ വീടാണത്രേ. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് റിനോവേറ്റ് ചെയ്ത് ഒരു റോട്ടിക് ഗസ്റ്റ് ഹൗസും സാംസ്കാരിക മ്യൂസിയവുമായി മാറ്റിയിരിക്കുന്നതാണ്. ഇവിടെ വന്നാൽ പരമ്പരാഗത മജ്ലിസ് എങ്ങനെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ രാത്രി താമസിക്കാനും സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനും അവർ സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമ ഫോട്ടോഗ്രാഫർ ആയിരുന്നത്ര സെയ്ഫ് ബിൻ നാസർ അൽ റവാഹി എന്ന ആളാണ്. ഒമാനിൻ്റെ പഴയ കാല ജീവിതശൈലി നമ്മൾക്ക് നേരിട്ട് കാണിച്ചു തരിക എന്നതാണ് പോലും ഈ ഒരു ഫഞ്ച ഹെറിറ്റേജ് ഹൗസിൻ്റെ പ്രധാന ലക്ഷ്യം. ഫഞ്ച ഗ്രാമത്തിൻ്റെ നടുവിലായതിനാൽ ഇവിടുത്തെ ഇടുങ്ങിയ പഴയ വഴികളിലൂടെ നടന്ന് കാണുന്നതും ഒരു നല്ല അനുഭവമായിരുന്നു. സാധാരണ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഒമാനിൻ്റെ യഥാർത്ഥ സംസ്കാരവും ജീവിതശൈലിയും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലം ഡെഫിനറ്റ്ലി വർത്ത് വിസിറ്റിംഗ് ആണ്. ഇവിടെ നടക്കുമ്പോൾ കാലം പിന്നോട്ട് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ആധുനിക ജീവിതത്തിൻ്റെ വേഗത പതിയെ നമ്മളെ വിട്ടുമാറുന്നു. ഒമാൻ എന്ന രാജ്യം സമ്പത്ത് കൊണ്ട് മാത്രമല്ല സംസ്കാരവും പരമ്പരയും മനുഷ്യബന്ധങ്ങളും കൊണ്ടാണ് സുന്ദരമാകുന്നത് എന്ന് ഈ വീട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം എത്ര ലളിതമായിരുന്നുവെന്നും സന്തോഷം എത്ര ചെറുതായിരുന്നുവെന്നും ഈ ചുമരുകൾ നിശബ്ദമായി പഠിപ്പിക്കുന്നു.
മരത്തിൻ്റെ സ്പർശം, മണ്ണിൻ്റെ ഗന്ധം, പ്രകാശവും നിഴലും ചേർന്ന് ഈ ഇടം ഹൃദയത്തെ വളരെ അടുത്ത്. ഈ ഒരു സ്റ്റെപ്പിലൂടെ നടക്കാൻ പോലും ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം നമ്മുടെ ചുറ്റും മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കിളികളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ ശബ്ദങ്ങളും എല്ലാം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഒരു ഫീലായിരുന്നു. ബാൽക്കണിയിലിരുന്ന് സംസാരിക്കാനും ഈന്തപ്പന തോട്ടങ്ങൾ ആസ്വദിച്ച് ചായ കുടിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പ് അവർ ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഓരോ സ്ഥലവും ഞാൻ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പഴയ കാലത്തെ TV, പഴയ കാലത്തെ മൺകുജം, ഒരുപാട് സാധനങ്ങൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ, വാതിൽ, കട്ടില്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. മേലെ നിന്ന് നോക്കുന്ന സമയത്ത് കിണറാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിണറല്ല, ചെറിയൊരു ഫൗണ്ടെയിൻ പോലെ, നമ്മൾ ദൂരത്ത് നിന്ന കിണർ പോലെ കേട്ടോ. നല്ല തണുപ്പുണ്ട് ഈ ഒരു വെള്ളത്തിന്. സ്ഥലത്ത് തന്നെ ഒരുപാട് വീടുകൾ കാണാം, ഒരുപാട് പേര് സന്തോഷവും ദുഃഖവും പങ്കിട്ട സ്ഥലങ്ങൾ കാണാം. ഭയങ്കര ഒരു എന്തെന്ന് പറയാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര ക്ലീനായിട്ട്, ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടത് കുറവാണ്. ചിലപ്പോൾ ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പക്ഷെ എനിക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് ഭയങ്കര നീറ്റായിരുന്നു. എനിക്കൊരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നടക്കാറുണ്ടായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി. പക്ഷേ നടന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല.
ടോപ്പിലെത്തിയാൽ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ സൗകര്യം അവർ ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ ഒരു ഫുൾ കവറേജ് ഒരു ഇതന്നെ നമുക്ക് വിഷ്വലുണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമാണ്.